ശരിയണ്ണ മണി 10 ആരെയും കാണാനില്ലല്ലേ? എവിടെ രണ്ടാള് വരുന്നത്. ഒരാളെ കണ്ടിട്ട് എൻ്റെ വാപ്പയും തോന്നുന്നുണ്ട് കേട്ടോ. അല്ല വാപ്പ ആവാൻ വന്ന ആള്. അച്ഛൻ എന്നെ മനസ്സിലായില്ല. അല്ല, ഞാൻ സുരേന്ദ്രൻ, നിന്റെ അച്ഛൻ. ഇത് അബ്ദുൾ ഷുക്കൂർ, യവന്റെ ബാപ്പ. എന്ത് ഓറായ സംഗതി കൊള്ളാം. പിന്നെ അല്ല മൂപ്പരോട് എല്ലാം പറഞ്ഞ് ശരിയാക്കിനാ. അയ്യോ, പഴയ നാടക നടനാണ്. പെർഫോമൻസിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടണ്ടെന്ന്. ഏയ്, ഒരിക്കലും ഇല്ല. ധൈര്യമായിട്ടിരിക്കുന്നു. എന്നാ പിന്നെ നമുക്ക് പോയാൽ എന്തറിയാ, ഞാൻ ആദ്യം ചെന്നിട്ട് എൻ്റെ കേസ് ഒന്ന് മയപ്പെടുത്താം. അതിനുശേഷം എല്ലാവർക്കും ആയിട്ട് പോകാം. എന്ത് പറയുന്നത്? ഓ ആയിക്കോട്ടെ, ശരി. ചെല്ല് ചെല്ല്. വേണം. ശരി ശരി, ധൈര്യമായിട്ടും ധൈര്യമായിട്ടും സൂക്ഷിക്കാം. ആ അച്ഛ എവിടെ? ഇല്ല സാർ, അച്ഛനും അമ്മയൊന്നും വരില്ല. എനിക്ക് വേണ്ടി വരാൻ ആരുമില്ല സാർ. നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്ത ജന്മമാണല്ലോ എൻ്റെത്. സാറ് കാര്യം ചെയ്യണം, ആ TC ഇങ്ങ് തന്നു വിട്ടാൽ മതി. എനിക്കൊരു വിഷമമില്ല സാർ. പിന്നെ ഒരു കാര്യം സാർ ആലോചിക്കണം. TC വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിൽ പോകുന്ന സാർ വിചാരിക്കില്ലേ. നമ്മളെ കോളേജിൻ്റെ വടക്കേ വശത്തേക്കുന്ന പുളിയുണ്ടല്ല, പുളിയിൽ ഞാൻ തൂങ്ങിയിരിക്കും. പിന്നെ എൻ്റെ ബോഡി വീട്ടിൽ കൊണ്ടുപോകില്ലേ. തെക്കേ വശത്തേക്കുന്ന മാവില്ലേ, അത് മുറിച്ച് എന്നെ ഇവിടെ തന്നെ ദഹിപ്പിക്കുന്നു സാറേ. ചെറിയൊരു റിക്വസ്റ്റ് ഇവിടെ ഉണ്ടേ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ രവി മെമ്മോറിയൽ എന്നുള്ള പേരിൽ ഇവിടെ നാടക മത്സരമോ കബഡിയോ മറ്റു കലാമത്സരങ്ങളോ നടത്തരുത്. ചിലപ്പം എൻ്റെ ആത്മാവിനെ പിടിക്കില്ല സാറേ. ഒരു കാര്യം കൊണ്ടുണ്ട് കേട്ടോ. ഞാൻ സാറിനെ ആരായിട്ടെന്നറിയാൻ കാണുന്നത്. മരിച്ചോ എൻ്റെ അപ്പൂപ്പനായിട്ട്. TC എവിടെ? TC എവിടെ സാറേ? നീ ക്ലാസ്സിൽ പോ. ഞാൻ ആവശ്യമില്ലാത്തൊന്നും നീ പറയരുത് കേട്ടാ. അല്ല TC എവിടെ? നീ ക്ലാസ്സിൽ പോയിരുത് പടി. പിന്നെ ഇനി അവന്മാരുടെ ചേർന്ന് നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇതാണ്. നീ അവന്മാരുടെ ചേർന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അല്ല, ആരും ഇല്ലല്ലോ സാറേ. മറ്റവന്മാരുടെ ചേർന്ന് മറ്റവന്മാരുടെ നിന്നെ ഇനി കാണരുത്. ഇല്ല. അവന്മാരെ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കൂല. അത് നീ അതിന്റെ പേര് പറഞ്ഞ് നീ ഇനി വക്കാലത്ത് കൊണ്ട് വരരുത്. ഇല്ല കേട്ടാ. ക്ലാസ്സിൽ പോട്ടോ. അവർ TC എഴുതി വെച്ചിരിക്കണം. നീ പോടെ, നീ പോ. പോടെ പോട്ടോ. ഓ നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ പ്രദീപിന്റെ അപ്പച്ചീരമകൻ ഗുരുരാജു. വലിയ മീശയൊക്കെ വെച്ചേക്കണ്. വിഗ് നിനക്ക് ചേർന്ന് കേട്ടാ. ഇപ്പൊ ഒരു വൃത്തിയുണ്ട് അവനെ. ഒരു നാടകത്തിന് വേഷം കെട്ടിയവരുണ്ട് അല്ലേ സാറേ? സാറേ, ഞാൻ ഈ നാടകവും ഒക്കെ ആയിട്ട് അത് വെറുതെ ഒരു ചേഞ്ചിന് സാറേ. എവരുടെ അടുത്ത് അച്ഛനെ വിളിച്ചോണ്ട് പറഞ്ഞപ്പം അപ്പച്ചീരെ മോനെ വിളിച്ചോണ്ട് വന്നേക്കുന്നു. അത് പറ്റൂല. അച്ഛനെ വിളിച്ചോണ്ട് വന്നാലേ പറ്റൂ. ഏയ്, യവ ഈ കോളേജിൽ കാണിച്ച പോക്കത്തിനുമല്ല നീ അറിഞ്ഞാ? അറിഞ്ഞു സാറേ, വളരെ മോശമായിപ്പോയി. ഏയ്, പോയി അച്ഛനെ വിളിച്ചോണ്ടോ. ഓ അല്ലേ മോജി പഠിപ്പിങ്ങ. ബാപ്പ ഷുക്കൂർ ബാപ്പ. ആരുടെ? എൻ്റെ. ഇപ്പോഴും കണ്ടതിൽ വളരെ സന്തോഷം. മോൻ്റെ TC അടിച്ചു വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് വയ്ക്കാം. സന്തോഷം തന്നാട്ട്. സാർ എൻ്റെ TC കൊടുക്കല്ലോ സാർ, എനിക്ക് ഇവിടെ പഠിക്കണം. അവന് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് യവനെ എവിടെ പഠിപ്പിക്കണം. ഇയാളെ ഈ കോളേജിൽ ഉണ്ടാക്കിയ നഷ്ടത്തെ പറ്റി ഇയാൾക്ക് വല്ല അറിവുണ്ടാ? അതൊന്നും സാരമില്ല. എന്തായാലും ഇവനെ എവിടെ പഠിപ്പിക്കണം. സാരമുണ്ട്. ആ നഷ്ടത്തിന് പരിഹാരം തന്നിട്ട് ഇവിടെ ഇവൻ കോളേജിൽ പഠിക്കും. എന്തായാലും ഇവനെ എവിടെ പഠിപ്പിക്കണം. ഇയാൾ എന്ത് പറഞ്ഞാൽ എവനെവിടെ പഠിപ്പിക്കണം, എവനെ പഠിപ്പിക്കണം. ഇതിവിടെ ഇയാൾ ആരെ പറഞ്ഞു പഠിപ്പിച്ചില്ലാണ് ഇയാൾ ഇവിടെ പറയുന്നത്. എന്നെ ആരും ഒന്നും പറഞ്ഞു പഠിപ്പിച്ചിട്ടുമില്ല. ഈ നിൽക്കുന്ന യവനോ ഈ രാജുവോ എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. ഈ രാജു എങ്ങനെ അറിയാം? ഈ നിൽക്കുന്ന രാജു അല്ലേ പൊറിഞ്ചോന്റെ അച്ഛൻ. അച്ഛൻ? അച്ഛനല്ല, അപ്പച്ചിയുടെ മോൻ. മാറ്റി എന്താ സുഖമല്ലേ? പരമാനന്ദ സുഖം. ഞാൻ ഈ നിൽക്കുന്ന മമ്മുവിന്റെ അച്ഛൻ, സോറി ബാപ്പ. പരിചയപ്പെട്ടത് വളരെ പരിചയമില്ലല്ലേ? പിന്നെ എനിക്ക് നല്ല പരിചയമാണ്. പക്ഷെ പുള്ളിക്ക് എന്നെ അത്ര പരിചയം പോരാ. ഞാൻ അപ്പളേ പറഞ്ഞില്ല സാറേ, നാടകം മണക്കുന്നുണ്ട്. എന്തായാലും അവനെ ഇവിടെ പഠിപ്പിക്കണം. ആകെ കൺഫ്യൂഷൻ. ഒന്നും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല.
ഡേ നിന്റെ അടുത്ത് അച്ഛനെ കൊണ്ടുവരാൻ പറഞ്ഞു. നീ ഇതല്ല അവനെ കൊണ്ടുവന്ന്. മിസ്റ്റർ ഷുക്കൂർ, യവനെ അടിച്ച് വളർത്താത്തതിൻ്റെ കുഴപ്പമാണ്. മനുഷ്യനെ മെനക്കെടുത്ത് കേട്ട് അനുസരണ വേണമടാ പിള്ളേരായാലേ. ഇവിടെ കിടന്ന് സീനൊന്നും ഉണ്ടാക്കണ്ട. വിളിച്ചോ പറ. കരിമാണി സാർ ഉമ്മ ആ വരണം വരണം. മാമനും മച്ചമ്പിയൊന്നും അച്ഛനും അമ്മയ്ക്കും പകരമാവില്ല. മോൻ്റെ ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഓന്റെ വിശേഷങ്ങൾ ഓന്റെ പുരക്കാരോട് പറഞ്ഞാ പോരെ? അതല്ലേ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. ഉമ്മ പറയട്ടമ്മ, ഓന്റെ പ്രശ്നം നമ്മളെ പ്രശ്നമൊക്കെ ഒരു പ്രശ്നം തന്നെ അല്ലേ? ആദ്യം എന്റെ വിശേഷം കേക്കട്ടെ. ഇതാരമ്മേ? എൻ്റെ ഉമ്മ. നീ പറഞ്ഞ അമ്മ എന്ന്? അതാ പറഞ്ഞത്, അവന്റെ അമ്മ ഉമ്മ. ആ അങ്ങനെ. എന്ത് വാപ്പാന് മോനെ മുമ്പേ വിട്ടിട്ട് പറയുന്നു പറഞ്ഞത്? വാപ്പ നേരത്തെ പോയി, പിന്നെ വിട്ടു. എല്ലാം ഉമ്മയും ബാപ്പ അറിഞ്ഞിരിക്കണം. കെട്ടേൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആരാ വെട്ടിയെ? നിങ്ങളെ കെട്ടിലുണ്ട്. എന്ത് സാറ് എന്തായി പറയണേ? പറഞ്ഞത് സത്യം. ചോദിച്ചോക്ക് താഴിക്കണം. ഇതായി പാപ്പ അച്ഛൻ അല്ലേ? രവിയേട്ടൻ എന്താ നിൽക്കണം? എടാ മമ്മു, ഇതാരാ? ഉമ്മ. ഇതാ വാപ്പ. ആരുടെ? ഏയ്, ഈ നിൽക്കുന്ന മനുഷ്യൻ നിങ്ങളുടെ ആരാ? ഇതെന്റെ കെട്ടിയോളല്ല. താൻ മിണ്ടരുത്. ഇതാരാന്നേ ചോദിച്ചേ? ആരുമല്ല. ഇതെന്ത് ചോദ്യമാണ് സാറേ? ഒരുമാതിരി ബന്ധങ്ങൾ അറിഞ്ഞുകൂടാതെ. സാറ് ചോദിച്ചില്ലെങ്കിൽ ഉമ്മയ്ക്ക് ദേഷ്യം വരും. നിർത്തറ. മനുഷ്യനെ മണ്ടനാക്കണ ഒരു പരിധിയുണ്ട്. എടാ മമ്മു, ഇതിന്റെ വാപ്പനാണാ? ഉമ്മ, നമ്മളെ കുടുംബത്തിന് പേര് ദോഷം ഉണ്ടാക്കണ വർത്താനം പറയണം. എടാ ഇയാൾ എന്തൊക്കെ അനാവശ്യമായി പറയണത്? ഇയാൾ ആരാ? ഞാൻ ആരാണെന്നാ? ഞാൻ നിങ്ങളുടെ മകനെ പഠിക്കുന്ന അധ്യാപകൻ ബാബുരായ മാഷി. ഇതാരാണെന്ന് അറിയാമോ? നിങ്ങളുടെ മകൻ പഠിച്ചോണ്ടേ വാപ്പയാണെന്ന് പറഞ്ഞിട്ട്. എന്റെ പറച്ചോനെ. ഉമ്മ ഉമ്മ ഇനി ഞങ്ങൾ ഇങ്ങനെ ചെയ്യൂല അമ്മ. അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ വന്നില്ല. അപ്പം ഞാൻ കുരുടി മച്ചമ്പിയെ കൊണ്ടുവന്നു. ഉമ്മയെ വിളിച്ചല്ല, അപ്പോഴും ഉമ്മച്ചിയും വന്നില്ല. അപ്പോൾ അങ്ങനെ വാപ്പയെ ഒപ്പിച്ച്. ആർക്കും ചെയ്തമില്ലാത്തൊരു ഉപകാരമല്ലേ ഉമ്മ? മരിച്ചുപോയ വാപ്പയുടെ പേരിൽ അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ ഉമ്മ.